ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടിയും അലീനയും ചിന്നുക്കുട്ടിയെ കാണാനായിട്ട് അവിടെ ചെന്നെങ്കിൽ പോലും ചിന്നുക്കുട്ടി ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. തിരിഞ്ഞു നിന്നു. അതിൻ്റെ ഉള്ളിലെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമത്തോടു കൂടി ആ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി ഓടിച്ചെന്ന് ചിന്നുക്കുട്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ മോളെ കെട്ടിപ്പിടിക്കുക. മോളെ രേവതി ആൻറ്റി നോക്കും മോളെ, ഒന്ന് നോക്കും മോളെ എന്നൊക്കെ പറഞ്ഞു. ഒന്ന് വാ എന്ന് പറഞ്ഞു വിളിക്കുന്നു. പക്ഷെ ചിന്നുക്കുട്ടി തിരിഞ്ഞു നിൽക്കട്ടെ, ഇവരോട് മിണ്ടുന്നില്ല. ചിന്നു ചിന്നു എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും കുഞ്ഞെന്നിട്ട് രേവതിയുടെ കൈയൊക്കെ വിടിയിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴത്തേക്കും ആൻറ്റിയുടെ ചക്കരയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ. രേവതി ആൻറ്റിയുടെ നീ പിണക്കാണോ എന്നൊക്കെ ചോദിച്ചു. മോള് മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ചിന്നുക്കുട്ടി മിണ്ടുന്നില്ലേ. അപ്പോൾ ആൻറ്റിയെ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള കുട്ടികളെല്ലാവരും നമ്മുടെ ചിന്നുക്കുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് സഹിച്ചില്ല. അലീന എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കണ്ടോ ചേച്ചി, ചിന്നുക്കുട്ടിക്ക് എന്നോട് ഭയങ്കര പിണക്കുവാണ്, അവളെന്നെ നോക്കുന്നു പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്നു. അപ്പോഴും ചിന്നുക്കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. ചിന്നുക്കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവരിട്ടിട്ട് പോയത്. അങ്ങനത്തെ കുഞ്ഞിങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ മദറും അങ്ങോട്ടേക്ക് വന്നു. മദർ വന്ന് ഇതൊക്കെ കാണുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഓടി ചെന്നിട്ട് എടുത്തു കുഞ്ഞിനെ. ചിന്നുക്കുട്ടി ആൻറ്റിയുടെ മുത്തല്ലേ, തക്കുട് വാവേ, പൊന്നെ, ഇങ്ങോട്ട് നോക്കടി എന്നൊക്കെ പറഞ്ഞ അലീനയും കുഞ്ഞിനെ ഇങ്ങനെ എടുത്തൊക്കെ ഇങ്ങനെ നോക്കുക. പക്ഷെ കുഞ്ഞ് നോക്കുന്നില്ല കേട്ടോ. വാവേ നോക്കു, വാവേ ചിന്നുക്കുട്ടി നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി നിർബന്ധിച്ചു. ഇങ്ങോട്ട് ഒന്നും നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കുക. മോളെ ചിന്നുക്കുട്ടി എന്ന് പറഞ്ഞ് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ ഉമ്മ കൊടുത്തു കഴിഞ്ഞിട്ടും കുഞ്ഞ് നോക്കുന്നില്ല. നോക്കടാ ചിന്നുക്കുട്ടി, ഒന്ന് നോക്കടാ പ്ലീസ് ഇടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന 1000 ഉമ്മ കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചിന്നുക്കുട്ടി അലീനയെ കെട്ടി അങ്ങ് പിടിച്ചു. അപ്പോഴത്തേക്കും അലീനയ്ക്കും രേവതിക്കുട്ടിക്കും മനസ്സ് നിറഞ്ഞു. അപ്പോൾ ആൻറ്റിയുടെ ചക്കര വാവയല്ലേ, ഇങ്ങനെ വഴക്കിടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ പറയുക. അലീന ആൻറ്റിയും രേവതി ആൻറ്റി ഇല്ലേ വാവയ്ക്കെന്നൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്കും ചിന്നുക്കുട്ടി മോളേന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടി വന്നു. അന്നേരത്തേക്കും രേവതിയുടെ കയ്യിലേക്കും ചിന്നുക്കുട്ടി പോയി. അങ്ങനെ നീ എന്തിനാടി പൊന്നെ ഞങ്ങളോട് പണങ്ങിയത്, ഞങ്ങളെ കാണാതെ നിനക്ക് സങ്കടമായോ എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുക കേട്ടോ കുഞ്ഞുവാവയോട്. അങ്ങനെ ചിന്നുക്കുട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കുക. നീ എന്താ ഭയങ്കര പിണക്കായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ചിന്നുക്കുട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആൻറ്റിക്ക് ഒരു ഉമ്മ വന്നേന്ന് പറഞ്ഞു. ചിന്നുക്കുട്ടി ഉമ്മയും കൊടുത്തു. അപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരുടെയും, അതായത് ആ മദറിൻ്റെ ഒക്കെ കണ്ണ് നിറഞ്ഞു കേട്ടോ. ഭയങ്കര സങ്കടമായി അവർക്കൊക്കെ. അപ്പോൾ എൻ്റെ പൊന്നെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞു രേവതിക്കുട്ടി ഇങ്ങനെ പറയുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവർ കുഞ്ഞുമാവയെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. മദർ അന്നേരം ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്കും രേവതിക്കുട്ടി നമ്മുടെ ചിന്നമോൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പാവയൊക്കെ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും മറ്റു കുട്ടികൾക്ക് കൊണ്ടുവന്ന മിഠായിയും കേക്കും ചോക്ലേറ്റ്സും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗിഫ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിന്നുക്കുട്ടിക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടു കൂടി ചിന്നുക്കുട്ടിയെ പാവക്കുട്ടിയും കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. പിന്നെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മിഠായി കൊടുത്തു. അതിനുശേഷം കേക്ക് മുറിച്ചു. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതി ഈ കേക്ക് എല്ലാവർക്കും കൊടുക്കണം, ഞാൻ ഇവിടെ അങ്കിളിനും ആൻറ്റിക്കും കാണിച്ചു കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് നമ്മുടെ അലീന. ആ ഒരു സമയത്ത് രേവതി അവിടെയുള്ളവർക്ക് എല്ലാവർക്കും മിഠായും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അലീന കുഞ്ഞുമായിട്ട് മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കയ്യിൽ പാവക്കുട്ടിയൊക്കെ പിടിച്ച് ചിന്നുക്കുട്ടി ചെല്ലുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ അവർക്ക് ഒരുപാട് സന്തോഷമായി കുഞ്ഞിതിനെ കണ്ടപ്പം. ഇതാണ് ഞങ്ങളുടെ ചിന്നുക്കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അലീന അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ചിന്നുക്കുട്ടി ചോദിച്ചു ഇത് ആരാണെന്ന്. അതായത് ഗ്രേസമ്മയും മാമച്ചാനും കണ്ട. അപ്പോൾ ഇത് നമ്മുടെ രേവതി ആൻറ്റി ഇല്ലേ, രേവതി ആൻറ്റി ഇപ്പോൾ ജോലി ചെയ്യുന്ന വീട്ടിലെ പപ്പയും അമ്മയും ആണെന്ന കാര്യം പറഞ്ഞു. പപ്പയും മമ്മിയും ആണോ എന്ന് ചിന്നുക്കുട്ടി ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയും മമ്മിയും എന്ന് പറഞ്ഞു. പപ്പയ്ക്കും മമ്മിക്കും സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചിന്നുക്കുട്ടി ഓടി ചെന്നപ്പോഴത്തേക്കും ഉയ്യോന്നും പറഞ്ഞ് ഗ്രേസമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതിനെ ഓടിയെടുത്ത് മടിയിലേക്ക് വെച്ചു. അപ്പോൾ സുഖമാണോ എന്ന് ചിന്നുക്കുട്ടി ചോദിക്കുക കേട്ടോ. അപ്പോൾ പരമസുഖമാണല്ലോ എന്ന് ഗ്രേസമ്മ ചിന്നുക്കുട്ടിയോട് പറയാം. പപ്പയ്ക്ക് സുഖമാണോ എന്ന് ചിന്നുക്കുട്ടി ചോദിച്ചപ്പോൾ ആണല്ലോ, എൻ്റെ കൊച്ചിന് സുഖമാണോ എന്ന് ചോദിക്കുമ്പം ആ സുഖമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തിനാ വന്നെന്ന് ചോദിക്കാൻ അലീന പറഞ്ഞു കൊടുക്കുക കുഞ്ഞിനെ. അപ്പോൾ എന്തിനാ വന്നതെന്ന് ചിന്നുക്കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചക്കര കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ എന്ന് ഗ്രേസമ്മ പറഞ്ഞപ്പോൾ ആണോ എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ അതേന്നേ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇനി പോവല്ലേ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നാളെ പോയാൽ മതിയേ എന്നൊക്കെ ചിന്നുക്കുട്ടി ഇങ്ങനെ ഇവരോട് പറയുവാണ്. അപ്പോൾ നാളെ ഒത്തിരി നാളെ പോയാൽ മതിയേ എന്നൊക്കെ ഇങ്ങനെ ചിന്നുക്കുട്ടി ഇവരോട് പറയാട്ടോ. അതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് സങ്കടം വന്നു. അയ്യോടി ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? അയ്യോ അല്ലെങ്കിൽ രേവതി ആൻറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോവേണ്ട, ഇവിടെ നിന്നോട്ടെ എന്ന് ചിന്നുക്കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പം അയ്യോ അവർക്ക് വിശക്കൂലേ, അന്നേരം എന്ത് ചെയ്യും എന്നേരം ഗ്രേസമ്മ ചോദിച്ചു. അപ്പോൾ ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആഹാ
ആര് ചോറ് കൊടുക്കും? ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ചിന്നിക്കുട്ടി. അപ്പോൾ ഓഹോ, എൻ്റെ കുഞ്ഞിവർക്ക് എല്ലാ ചിലവും നടത്തി കൊടുക്കുമല്ലേ, ഇവരൊന്ന് നിന്ന് തന്നാൽ മതിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുക്കും, ഉടുപ്പും മേടിച്ച് കൊടുക്കും എന്നൊക്കെ ചിന്നിക്കുട്ടി പറഞ്ഞു. അലീന നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഗ്രേസമ്മ പറയുക. ഈ കുഞ്ഞ് നിനക്ക് ചിലവിന് തരും, നല്ല അടിപൊളി ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു തരും കേട്ടോ എന്ന് പറയുമ്പം നേരാണോ ഇടി കള്ളി എന്ന് അലീന ചോദിച്ചപ്പോൾ നേരാണെന്ന് ചിന്നിക്കുട്ടി നിന്ന് പറയുവാണ്. അപ്പം ഞങ്ങളെന്ത് ചെയ്യും? ഇവരിവിടെ നിന്നാ ഞങ്ങളുടെ കാര്യം ആര് നോക്കും? അപ്പം ഞങ്ങൾ പോകണോ നിൽക്കണോ എന്ന് മാമച്ചായൻ ചോദിക്കുമ്പം നിൽക്കണ്ട, പോയാൽ മതിയെന്ന് ചിന്നിക്കുട്ടി പറഞ്ഞു. അമ്പടി എടി ഭയങ്കരി എന്ന് പറഞ്ഞു ഗ്രേസമ്മ. ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് രേവതി ആൻറ്റിയോടും അലീന ആൻറ്റിയോടും കൂടെ അടിച്ചു പൊളിക്കണമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചു കേട്ടോ. ആ സമയം അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം അങ്ങനെ ഞങ്ങൾ തന്നെ പോകുന്നില്ല, രേവതി ആൻറ്റി അലീന ഇവിടെ നിന്നോട്ടെ, ഞങ്ങളെ ചിന്നുകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഞങ്ങളുടെ വീടൊക്കെ കാണണ്ടായോ എന്നൊക്കെ ചോദിച്ചു കൂട്ടെ ഗ്രേസമ്മ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ചിന്നിക്കുട്ടി. നല്ല അടിപൊളി വീടാണെന്നൊക്കെ പറഞ്ഞു. അവിടെ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ടോയ്സ് ഒക്കെ ഉണ്ട്, മോൾക്ക് കിടക്കാൻ നല്ല റൂമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിന് ഒരുപാട് നിൽക്കാം, അവിടെ പൂമ്പാറ്റയുണ്ട്, പൂത്തുമ്പിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ വേറൊരു ദിവസം ഞാൻ വരാൻ കേട്ടോ എന്ന് ചിന്നിക്കുട്ടി പറയുമ്പോൾ ഞാൻ വേറൊരു ദിവസം വന്നോളാം, പിന്നെ വരാമെന്ന് പറഞ്ഞു. കുറേ പിന്നെ വരാമെന്ന് പറഞ്ഞു. അന്നേരം പിന്നൊരു ദിവസം വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസമ്മയും മാമച്ചായനെ ഇങ്ങനെ നോക്കുക. കേട്ടോ മാമച്ചായ, ഇവളെ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ? വേറൊരു ദിവസം വരാമെന്ന്. നമ്മുടെ കൂടെ വരാൻ മനസ്സില്ല അവൾക്ക്, കണ്ടോ സൂത്രം അവളുടെ എന്നും പറഞ്ഞിട്ട് ഗ്രേസമ്മ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അലീന ആൻറ്റിയും രേവതി ആൻറ്റിയും നമുക്ക് കൊണ്ടുപോയേക്കാന്ന് പറയുമ്പോൾ വേണ്ട, അവരെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞതേ നമ്മുടെ അലീനയുടെ പിന്നിൽ പോയി ഇങ്ങനെ ഒളിക്കുവാണ് കുഞ്ഞ് പിണങ്ങി. അപ്പോഴേക്കും ആയിഷോ മോള് പിണങ്ങിയോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അടുത്തയാൾ മോളെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചിനെ അതിലിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ചിന്നുകുട്ടി ഉടനെ പിണങ്ങിയല്ലോ എന്ന് ഗ്രേസമ്മ പറഞ്ഞു. വാശിക്കാരിയാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് നിന്റെ രേവതി ആൻറ്റിയും വേണ്ട, അലീന ആൻറ്റിയും വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ചിന്നുകുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കട്ടോ അവരെ നോക്കി. അവൾക്ക് സന്തോഷമായി എന്നും പറഞ്ഞു ഗ്രേസമ്മ പറയുമ്പോൾ എന്നും പറഞ്ഞു ചിന്നുകുട്ടി ഇങ്ങനെ തലയാട്ടുന്നു. അങ്ങനെ ആ രണ്ട് നല്ല മനുഷ്യർ ആ കുഞ്ഞുമായിട്ട് നല്ലപോലെ സംസാരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ രേവതി ഓരോരുത്തർക്ക് മിഠായി ഒക്കെ കൊടുത്തു. എന്നിട്ട് നീ ഏത് ക്ലാസ്സിലാണ് മോളെ സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ 3ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങോട്ടേക്കും ഗ്രേസമ്മ രേവതി കുട്ടിയെന്നും പറഞ്ഞു വിളിച്ചു വന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ മദറും വന്നു. ഈ ചായയൊക്കെ കൊണ്ട് കൊടുത്ത് തണുത്തോന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചായ കൊടുക്കുക. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചെറു ചൂടുണ്ടെന്ന്, നീ അങ്ങോട്ട് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വെച്ചേക്കായിരുന്നു എന്ന് പറഞ്ഞു. അലീന ചേച്ചിയോ അവരൊക്കെ ചായ കുടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇവർ കൊണ്ടുവന്ന കളിപ്പാട്ടമൊക്കെ ആയിട്ട് പിള്ളേർ ഇങ്ങനെ കളിക്കാം. നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കഴക്കൂട്ടത്തിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലെന്നേ, പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നും, പക്ഷേ ഞാനും അലീന ചേച്ചിയും ഓരോ വീടുകളിൽ ജോലിക്ക് നിൽക്കുകയല്ലേ, നമ്മുടെ ഇഷ്ടത്തിനൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയെ മദറിനോട് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അലീനയും കുഞ്ഞും കൂടി അങ്ങോട്ടേക്ക് വന്നു. മാമച്ചായനും വന്നു. അപ്പോൾ നീ ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിള്ളേരോട് വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പോവണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ റെഡിയാണെന്ന് രേവതി അലീനയോട് പറഞ്ഞു. അപ്പോഴത്തേക്കും പൊന്നുകുട്ടി വീണ്ടും പിണങ്ങിയപ്പോഴത്തേക്ക് രേവതിക്കുട്ടി ചിന്നുമോളെ എടുത്ത് അതിനിങ്ങനെ കറക്കി കൊഞ്ചിച്ച് സ്നേഹിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്ത് അവിടെ കിടന്ന അമ്മ മോളെ വിളിച്ചുകൊണ്ടിരിക്കുക. മോളെ എന്ന് പറഞ്ഞാൽ അതിന് പച്ചവെള്ളം പോലും കൊടുത്തിട്ട് പോലുമില്ല. ഏത് നേരവും 100 പേര് വിളിച്ചാലും രക്ഷയില്ലല്ലോ. വൈജയന്തിയേ എന്നും പറഞ്ഞ് കിടന്ന അമ്മ വിളിക്കുക. അപ്പോഴാണ് വൈജയ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ നിലവിളിക്കുന്ന അമ്മയും ചോദിച്ച്. എടി ഒന്ന് വിളി കേൾക്കാൻ ഇത്രയും വലിയ ബുദ്ധിമുട്ടാണോ നിനക്കൊന്ന് ചോദിക്കുമ്പം ഒരു കൂട്ടം പണിയുണ്ട് അമ്മ അവിടെ. അപ്പം മുൻപ് പണിയൊന്നും ഈ വീട്ടിലില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇത് ചോദിക്കാനാണ് ഇവിടെ കിടന്ന് തൊണ്ട കീറിയതെന്ന് വൈജ ചോദിക്കാം. എടി ആ പെങ്കൊച്ച് വന്നില്ലേ എടി എന്ന് ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും വിളിച്ചായിരുന്നു ആ കൊച്ചിനെന്ന് ചോദിക്കുമ്പം ഏത് പെങ്കൊച്ച്? എടി അലീന. അവള് തോന്നിയ മാസത്തിന് പോയേക്കല്ലേ, തോന്നുമ്പോൾ കയറി വന്നാൽ മതിയല്ലോ. അവളുടെ അമ്മ വീടല്ലേ ഇത്? അമ്മ വീടോ? നീ എന്നതൊക്കെയാടി വൈജി നാക്കിനെല്ലില്ലാതെ പറയും ചോദിക്കുമ്പം അവളോട് ഇവിടുത്തെ അധികാരവും പെരുമാറ്റ സ്വാതന്ത്ര്യമൊക്കെ കണ്ടാലേ അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ എന്ന് വൈജ ചോദിക്കുക. അങ്ങനെ വൈജ അവളുടെ അമ്മയാണെന്ന് വൈജ തന്നെ സമ്മതിച്ചു. അവളുടെ തള്ള പെറ്റു വളർത്തിയ വീടാണെന്ന്.
ദേ ചുമ്മാ വേണ്ടാതീനം പറയല്ലേ വൈജയെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. മറ്റുള്ളവരെ കുറ്റം ഭരിക്കുന്നതിന് മുൻപേ അവനവൻ ആരായിരുന്നു എന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് അമ്മ പറയുക. അപ്പോഴത്തേക്കും വൈജയന്തി ഒന്ന് ഞെട്ടി. അങ്ങനെ വൈജയുടെ കഴിഞ്ഞ കാലങ്ങളിതേ അമ്മ എവിടെ ഇരുന്ന് പറയുക. അമ്മയ്ക്ക് ഇപ്പോൾ അവളെ കണ്ടിട്ട് എന്നാത്തിനാണെന്ന് ചോദിച്ചു. അവളില്ലാത്തത് കൊണ്ടല്ലോ കുഴപ്പം സംഭവിച്ചോ? ഭക്ഷണം കിട്ടിയില്ലേ? ആ കിട്ടി. മരുന്ന് കിട്ടിയില്ലേ? ആ അതും കിട്ടി. പക്ഷെ ഒന്നും ഒരു കൃത്യസമയത്തല്ലായിരുന്നു. ഒന്നിനും ഒരു രുചി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അമ്മ പറയാം. അലീന ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കൃത്യസമയത്ത് മുടങ്ങാതെ തന്നോളൂ എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം അവളെ പറഞ്ഞയച്ച് കഴിയുമ്പോഴേ അമ്മ എന്നാ ചെയ്യുമോയെന്ന് ചോദിച്ചു. പറഞ്ഞയക്കാനോ? എന്തിനു വേണ്ടിയിട്ട്? അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനായി കഴിഞ്ഞാലേ പിന്നെ അവളെ ഇവിടെ വേണ്ട എന്ന് വൈജ പറയുക. പിന്നെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവളെ ഇവിടെ സഹിക്കുന്നത്. എടി നീ അവളെ സഹിക്കുന്നെന്നോ അതോ അവൾ നിന്നെ സഹിക്കുന്നെന്നോ? അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കില്ല. പോട്ടെ അവൾ എവിടെയെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ എടി വൈജയ അവൾക്ക് എന്നാടി ഒരു കുഴപ്പമെന്ന് ചോദിച്ചു മുത്തശ്ശി. അമ്മയോട് ഞാൻ ഇതിനകം ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ എനിക്ക് തീരെ മനസ്സില്ല എന്ന് മകള് പറയുമ്പോൾ എടി ഞാൻ നിന്നിച്ച് നടന്നാൽ ഇവിടെ ഒരു ജോലിക്കാരി വേണ്ടേന്ന് ചോദിച്ചു. അതിന് ഞാൻ വേറെ ആരെങ്കിലും വെച്ചോളാം. അലീനയാണെങ്കിൽ എന്നാടി ഒരു കുഴപ്പമെന്ന് അമ്മ. അവളാണെങ്കിൽ എന്ത് ആത്മാർത്ഥതയോടെയാണ് ഈ വീട് നോക്കുന്നത്. ഒരു കള്ളത്തരം ആ കൊച്ചിനില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എനിക്ക് അത്രയ്ക്ക് ആത്മാർത്ഥത വേണ്ടെങ്കിലോ കുറച്ച് കള്ളത്തരം ഉള്ളത് തന്നെയാണ് എനിക്കിഷ്ടമെന്ന് വൈജ പറയുമ്പം എന്തോന്നൊക്കെയാടി നീ പറയുന്നേ? വല്ല ബോധവും നിനക്കുണ്ടോയെന്ന് ചോദിച്ചു. ആത്മാർത്ഥത കൂടിക്കൂടിയേ അവൾക്ക് ചിലപ്പോൾ തോന്നും ഇത് സ്വന്തം വീടാണെന്ന്. പിന്നെ സ്വന്തം വീടാക്കാനുള്ള പരിശ്രമം അങ്ങ് തുടങ്ങുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിന്റെ മനസ്സിൽ എന്നതാടിയുള്ളത്? കാടും പടലും മുള്ളും മുരിക്കും മാത്രം ഉള്ളോടിയെന്ന് അമ്മ മോളോട് ചോദിക്കുമ്പോൾ മോളിങ്ങനെ കലിപ്പിച്ചിങ്ങനെ നിൽക്കുക. ഒരു നല്ല വർത്താനം നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ എനിക്ക് കൊതിയാകുവാടി എന്ന് അമ്മ വൈജയോട് പറയുമ്പോൾ വൈജ തുറച്ചു നോക്കും. അമ്മ ആ പെങ്കൊച്ച് സ്വന്തം വീട് മാതിരി വീട് കാണുന്നതും കുറ്റം, ചെയ്യുന്നതും കുറ്റം. അമ്മ ഇതിനിപ്പോൾ എന്നെ വിളിച്ചതെന്ന് പറ, അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് പറയാൻ പറഞ്ഞു. നേരം വൈജ എടി മോളെ അലീന എറണാകുളത്ത് നിന്ന് പോന്നോ? എവിടെ എത്തി? ഇന്ന് വരുവോ? അതോ ഇനി ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞു വെക്കണ്ടേ? നമ്മുടെ വീട്ടിൽ നിന്ന് പോയ പെങ്കൊച്ചല്ലേ അത്? അവൾ ഇള്ളാക്കുട്ടിയൊന്നും അല്ലല്ലോ. അവൾക്ക് തനിയെ പോകാൻ അറിയാമെങ്കിലേ തനിയെ തിരിച്ചു വരാനും അറിയാമെന്ന് ഈ വൈജയന്തി അമ്മയോട് പറയുവാണ്. തോന്നി വയസ്സായിട്ട് നടക്കുന്നവളെ തോന്നുമ്പോൾ കയറി വരും, അതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്നും പറഞ്ഞ് വൈജയന്തി അമ്മയോട് ദേഷ്യപ്പെട്ടു. കഷ്ടമെന്നും പറഞ്ഞിരിക്കുക അമ്മ. അമ്മയ്ക്കിപ്പോൾ അവളെ ഓർത്തിട്ടാ വിഷമം. ഈ വീട്ടിലുള്ളവരൊന്നും അല്ല അമ്മയ്ക്ക് വലുതല്ലേ? അതേടി. എന്നാൽ പിന്നെ അലീന തമ്പുരാട്ടി ഇങ്ങ് വരട്ടെ, അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം അവൾ സാധിച്ച് തന്നോളൂ എന്നും പറഞ്ഞു വൈജ തുള്ളി ഉറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. എന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ അവിടെ കിടക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ അതായത് നമ്മുടെ മാമച്ചായനൊക്കെ പോകാനായിട്ട് ഇറങ്ങുക. അപ്പോൾ ഞങ്ങളെന്നാൽ ഇറങ്ങുക, ഞങ്ങൾക്ക് ഇന്ന് തന്നെ അവിടെ എറണാകുളത്ത് ചെന്നിട്ട് ഈ കൊച്ചിന് പാലായിക്ക് പോകാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, അപ്പോൾ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഗ്രേസമ്മ പറയുമ്പോൾ അയ്യോ ആൻറ്റിയെ പോലെയുള്ള ഒന്നും അല്ല അവിടെയുള്ള മേഡം. പിന്നെ വെട്ടുകത്തി, കോടാലി, സൂചി, ബ്ലേഡ്, സകല ആയുധങ്ങളും ഉണ്ട് അവരുടെ കയ്യിലെന്ന് നമ്മുടെ അലീന ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം ഇവരൊക്കെ ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നീ ഇങ്ങോട്ട് വാടി, ഇപ്പം ശരിയാക്കി തരാം, ഇങ്ങനെയാ അവിടുത്തെ മനോഭാവം എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങളിനി വൈകണ്ട, എറണാകുളത്ത് ചെല്ലുമ്പോൾ തന്നെ സന്ധ്യ ആകുമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ പോകാൻ ഇറങ്ങും കേട്ടോ. അന്നേരം നമ്മുടെ രേവതിക്കുട്ടി അതെ എന്തെങ്കിലും കൊടുക്കണ്ടേ ഡൊണേഷനായിട്ട് എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചു. ആൻറ്റി ഇത് ഓർഫണേജ് അല്ലേ, സംഭാവനയൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പം ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അതെ ഗ്രേസമ്മ നേരെ മാമച്ചാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതെ ഡൊണേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കണമെന്ന് മാമച്ചായൻ ചോദിച്ചപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ വളരണ്ടേന്ന് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പൈസ കൊടുക്കും അവരെ. അങ്ങനെ പൈസ കൊടുത്തപ്പോൾ അവരത് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ ആര് ഞങ്ങൾക്ക് പൈസ തന്നാലും വേണ്ടെന്ന് ഞങ്ങൾ പറയാറില്ല, ആര് തന്നാലും എന്ത് തന്നാലും അത് വാങ്ങും, ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത് നാം മദർ പറയുക. പ്രായം ചെന്നവരും ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പ്രായം ചെന്നവർക്ക് മരുന്ന്, ആശുപത്രി ചിലവ് എല്ലാം വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾക്കൊരു കണക്ക് കൂട്ടലൊന്നും ഇല്ലായിരുന്നു, ഇനി വരുമ്പോൾ ഈ പോരായ്മ അങ്ങ് പരിഹരിച്ചേക്കാമെന്ന് മാമച്ചായം പറയും കേട്ടോ. അത് കേട്ടപ്പോൾ ഇതിപ്പോൾ പോരായ്മയൊന്നും അല്ലല്ലോ, കൈ നിറച്ച് തന്നില്ലേ എന്ന് ആ മദർ അന്നേരം ചോദിച്ചു. തരാനുള്ള മനസ്സ് അതല്ലേ വലുതെന്ന് ചോദിച്ചു. അന്നേരം അവർക്കും സന്തോഷമായി. അങ്ങനെ അവർ ചിന്നുകുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവർ പോകാനായിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം ചിന്നുകുട്ടി വേഗം മുഖം തിരിച്ചു. നിങ്ങൾ ഇറങ്ങിക്കോ, ചിന്നുകുട്ടിക്ക് കാര്യം മനസ്സിലായെന്ന് മദർ പറയുക.
അതുമാത്രമല്ല ഇവിടെ എല്ലാവരുമായിട്ട് അവൾ നല്ലതുപോലെ ഇണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സങ്കടമാണ്, ഇവളെ ഓർക്കുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമെന്ന് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ നീങ്ങിക്കോട്ടെ സിസ്റ്ററെ, വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞു മാമച്ചായൻ. അപ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും ചിന്നുമോളോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുക കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ച് ഉലയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.